ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മാർച്ച് മാസം 23-ാം തീയതിയാണ്. ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന, അതായത് മാർച്ച് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 28ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത് ഒരു തമിഴ് മൂവിയാണ്. തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഗാന്ധി താത്ത ചിട്ടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് മൂവി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇറ്റാലിയൻ മൂവിയാണ്. പാർത്തനോപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വിജയ് സേതുപതിയും സൂര്യയും മഞ്ജു വാര്യരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിൽ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്. കാക്കി ദ ബംഗാൾ ചാപ്റ്റർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസ് ആണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. നേരത്തെ ഈ സീരീസിന്റെ ഹിന്ദി റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ്, തെലുങ്ക് ഡബിൾ വേർഷൻ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. യോസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. ധനുഷ് സംവിധാനം ചെയ്ത ഒരു കമ്മിങ് ഏജ് ഓഫ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. നിലാവുക്കു എന്മേൽ എന്നടി കോപം എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റിഫ് റാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്. ക്ലീനർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹാപ്പി ഫേസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പാരാമൗണ്ട് പ്ലസിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സ്വീഡിഷ് മൂവിയാണ്. ഫ്രം ഡാർക്ക്നെസ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹിന്ദി സീരീസ് ആണ്. ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കന്നഡ എന്ന് പറഞ്ഞ സീരീസ്. ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ഓഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അടുത്ത് ഒരു തമിഴ് മൂവിയാണ്. ദിനാസറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെന്റ് കോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ജിതേന്ദ്ര റെഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിതേന്ദ്ര റെഡ്ഡി ETV വിൻ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഇംഗ്ലീഷ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡ്യൂപ്ലിസിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ റെസിഡൻസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളം ആക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. കുഞ്ചാക്കോനും പ്രിയാമണിയൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമ നെറ്റ്ഫ്ലിക്സിൽ മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബ്രഹ്മ ആനന്ദ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ ആഹ തെലുങ്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സത്യരാജ്, ജയ്, യോഗി ബാബു എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബേബി ആൻഡ് ബേബി എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ സീരീസ് ആണ്. ആദി ശങ്കരാചാര്യ എന്നാണ് സിനിമയുടെ സീരീസിന്റെ പേര് വരുന്നത്. മലയാളം ഡബ്ഡ് ആണ്. മലയാളം മാക്സിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രിസൺസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. സോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനപ്പ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. സിനിമയെ കണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് വിശ്വക്സൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു ലൈല എന്ന് പറഞ്ഞ സിനിമ. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് പ്രദീപ് രംഗനാഥ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടായിരുന്നു ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. കണ്ണാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാള സിനിമയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സി സ്പേസ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സമാര വേവിംഗ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്. ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ സിനിമ. ആപ്പിൾ TV പ്ലസിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഓവർസീസിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു
തമിഴ് മൂവിയാണ്. റിംഗ് റിംഗ് എന്ന് പറഞ്ഞ സിനിമ സിംപ്ലി സൗത്തിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സൗത്ത് കൂടാതെ ആമസോൺ പ്രൈമിലും ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്തായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അതായത് മാർച്ച് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ള സിനിമകളും സീരീസുകളും കംപ്ലീറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.